പുട്ട് കഴിക്കാനേ ഭയങ്കര കൊതി. അപ്പം എന്താ ചെയ്യുക, അങ്ങ് ഉണ്ടാക്കുക തന്നെ. അപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ള പുട്ടിനുള്ള പൊടി ഞാൻ പാത്രത്തിലെടുക്കുന്നുണ്ട്. ഇത് നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ അമ്മ എനിക്ക് തന്നിട്ടാണ്. അമ്മ തന്നെ പൊടിപ്പിച്ചെടുത്ത അരിപ്പൊടിയാണ്. ഈ പുട്ടുകുറ്റിയും ചട്ടപ്പുട്ടിൻ്റെ കുറ്റിയൊക്കെ അമ്മ തന്നിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് നനച്ചെടുക്കണം. നനച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്. സാധാരണ നിങ്ങൾ ലെയറായിട്ടായിരിക്കും വെക്കുക. പിന്നെ എളുപ്പപ്പണിക്ക് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ചട്ടപ്പുട്ടാണല്ലോ. അപ്പോൾ അതിന് നമുക്ക് കുക്കറിൽ വെള്ളം വെച്ചിട്ട് അടച്ച് വെക്കാം ഗ്യാസിൽ. എന്നിട്ട് അതിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റണം. എന്നിട്ട് ആ വെയിറ്റ് ഇരിക്കുന്ന ഒരു നീളമുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ഇതിൻ്റെ കുറ്റി വെക്കുക. പിന്നെ നമ്മുടെ ചട്ടപ്പുട്ടിൻ്റെ കുറ്റിയിലേക്ക് ആവശ്യത്തിന് മാവ് നിറച്ചിട്ട് നമ്മൾ കുക്കറിൻ്റെ മണ്ടയിലെടുത്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ചട്ടപ്പുട്ടിൻ്റെ കുറ്റിയുടെ അടിയിലൊരു ദ്വാരമുണ്ട്. അപ്പോൾ അവിടെ തന്നെ കൃത്യമായിട്ട് വെക്കണം, ഇല്ലെങ്കിൽ ആവി കയറില്ല. ഒരു 5 മിനിറ്റ് ആവി കയറിക്കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് റെഡി ആവും കേട്ടോ. അപ്പം ഞാൻ ദുബായിൽ വന്നിട്ട് ഇപ്പം 1.3 വർഷമായി. കഴിഞ്ഞ മാസമാണ് ആദ്യമായിട്ട് നാട്ടിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ആ ഒരു 1.8 ഇയേഴ്സിനുള്ളിൽ ഞാൻ പുട്ട് കഴിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അമ്മയാണ് എനിക്ക് ഈ കുറ്റിയും ഈ പുട്ടും പിന്നെ ഇതിനകത്തിനുള്ള തേങ്ങ ചിരകി തന്നതും ഒക്കെ. തേങ്ങ ചിരകി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കാണ് കേട്ടോ, ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് ആവി വന്ന് കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. അപ്പോൾ അതിന് കോമ്പിനേഷനായിട്ട് ഞാൻ കഴിക്കുന്നത് അമ്മ തന്നെ എനിക്ക് നാട്ടിൽ നിന്ന് തന്നിട്ട നല്ല മാങ്ങ അച്ചാറാണ് കേട്ടോ. ഇതൊരു വിയേർഡ് കോമ്പിനേഷനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്കറിയില്ല. എനിക്കിത് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ മാങ്ങ അച്ചാർ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചെറു മധുരമൊക്കെ ആയിട്ട്. പിന്നെ കുറച്ച് മീൻ്റെ അച്ചാറും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ട് ഒരു 2 പീസും കൂടെ ഞാൻ എടുത്തു. ആക്ച്വലി പിന്നെ എനിക്ക് തോന്നി മീനച്ചാർ എടുക്കേണ്ടിയിരുന്നില്ല, കാരണം പുട്ടും മാങ്ങ അച്ചാറും തന്നെ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.